ഇനിയിപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പോലും ഭൂമിയില്ല, മണ്ണില്ല, അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഒരു പൊട്ടിയ ബക്കറ്റിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ടിട്ട് ഒരു കറിവേപ്പില തൈ കുട്ടികളെ കൊണ്ട് നടിയിപ്പിക്കണം. എന്നിട്ട് ആ കറിവേപ്പില നിന്ന് ഇല പറിച്ച് കറിക്ക് ഉപയോഗിക്കണം. അതും ഒരു സംസ്കാരമാണ്. അഗ്രി കൾച്ചർ, ബി ഹാപ്പി. വായു, ഞാൻ ഒരു കറിവേപ്പില കാണിച്ചു തരാം. ആർക്കെങ്കിലും തൈ വേണമെങ്കിൽ പറഞ്ഞോ. ഇതുപോലെ കുറേ തൈ ഞങ്ങളുടെ തോട്ടത്തിലുണ്ട്. എല്ലാത്തിനും ടൗണിലേക്ക് ഓടാതെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ട് മുറ്റത്ത് നട്ടു വളർത്തണം. മായമില്ലാതെ, വിഷമടിക്കാതെ നമുക്കത് കിട്ടും. ഇപ്പോൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. ഞങ്ങൾക്കിവിടെ നന്നായിട്ട് കുരങ്ങിൻ്റെ ശല്യമുണ്ട്, പന്നിയുടെ ശല്യമുണ്ട്. അതിൻ്റേതായ പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാലും ഇതുപോലെ സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ച് കഴിക്കുന്നതിനൊരു പ്രത്യേക രുചിയാണ്. ഇത് കണ്ടോ, കറിവേപ്പിലയുടെ കായാണ് ഇത്. മൂത്ത് പഴുക്കുമ്പോൾ നല്ല മുന്തിരി പോലെയാവും, നല്ല രുചിയാണ്. ഇത് കണ്ടോ, നടുന്ന വാഴ മുഴുവൻ കുരങ്ങ് വലിച്ചു പറിച്ച് കളയും, പന്നി കളയും. എന്നാലും ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. ഇലയിൽ ഒരു പിടി ചോറ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ തോട്ടത്തു നിന്ന് തന്നെ, നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ നമുക്കത് കഴിക്കാം.